സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൽ പ്രതിസന്ധിയുണ്ടെന്ന് സമ്മതിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. +1 സീറ്റുകളുടെ കുറവുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ഇന്ന് തന്നെ പ്രവേശന നടപടികൾ ആരംഭിക്കുമെന്നും എൻ ഷംസുദ്ദീൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗോപാൽ ഷിരാസനിൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇപ്പോൾ +1 പ്രവേശനത്തിൽ സീറ്റുകളുടെ കുറവുണ്ട് എന്നുള്ളത് കുറച്ചു കാലമായി സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ലീഗ് പലപ്പോഴും പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. മലബാറിൽ സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് ഇപ്പോൾ ലീഗിൽ നിന്ന് തന്നെ മന്ത്രി ഉണ്ടാകുമ്പോൾ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്? വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ പറയുന്നത് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് ഈ കാലത്ത് +1 സീറ്റിന് ക്ഷാമമുണ്ട് എന്ന കാര്യം സമ്മതിക്കുകയാണ് മന്ത്രി. പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആശങ്കകളുമുണ്ട്. പക്ഷേ അത് പരിഹരിക്കാനുള്ള ഇടപെടലുകളും നടപടികളും പുരോഗമിക്കുകയാണ് എന്ന് മന്ത്രി ഇന്ന് നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തു. മൊത്തത്തിൽ മലബാറിൽ ഏകദേശം 1.5 ലക്ഷത്തോളം സീറ്റുകളുടെ കുറവാണ് ഇപ്പോൾ കണക്കുകൂട്ടൽ കിട്ടിയിരിക്കുന്നത്. അതിൽ 20,000-ലധികം മലപ്പുറം ജില്ലയിലും മറ്റ് ജില്ലകളിലെല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു 25,000-ഓളം സീറ്റുകളുടെയും വ്യത്യാസമുണ്ട്. ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി ഇന്ന് വൈകുന്നേരം ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട അജണ്ടയായി +1 പ്രവേശനം ഉണ്ടാകും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും വകുപ്പ് സെക്രട്ടറി മനസ്സിലാക്കാൻ. ഗോപാൽ, തുടരുക. മെയ് 30-ന് മുൻപായി ഈ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായിരിക്കുന്നു. ജില്ലാ ഹബ്ബുകളിലേക്കുള്ള നീക്കം പുരോഗമിക്കുകയാണെന്നും മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു. സാധാരണ പോലെ തന്നെ ജൂൺ 1-ന് നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പാഠപുസ്തകങ്ങളൊക്കെ അച്ചടി പൂർത്തിയായി. ഇപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റും ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഹബ്ബുകളിലേക്കും, ജില്ലാ ഹബ്ബുകളിലേക്കും, അവിടെ നിന്ന് സ്കൂളുകളിലേക്കും, സ്കൂൾ സൊസൈറ്റികൾ അവിടേക്കുമുള്ള മൂവ്മെൻറ്റ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ പോകുന്നുണ്ട്. 30-ാം തീയതിക്ക് മുമ്പായി എല്ലാ സ്കൂളുകളിലും പുസ്തകമെത്തും. യൂണിഫോമിൻ്റെയും ഉച്ചഭക്ഷണത്തിൻ്റെയും കാര്യവും ഞങ്ങൾ ചെക്ക് ചെയ്തു. അതിലും ഇപ്പോൾ ആക്ഷേപങ്ങളൊന്നുമില്ല. യൂണിഫോം വിതരണം ഏറെക്കുറെ പൂർത്തീകരിച്ചു